യെസ്. യെസ്, നിങ്ങൾക്ക് ഇപ്പൊ PDF കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കുഴപ്പമൊന്നുമില്ല. ഓഡിയോ ആൻഡ് വീഡിയോ ഈസ് ക്ലിയർ. റൈറ്റ്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പേര് കഴിഞ്ഞ പ്രിലിംസും മെയിൻസും ഒക്കെ എഴുതിയവരായിരിക്കും. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. സോ കഴിഞ്ഞ മെയിൻസിന് നിങ്ങൾ ഇതിലുള്ള മെജോറിറ്റി പേര് എഴുതിയിട്ടുണ്ടാവും. ബിഗിനേഴ്സ് ഉണ്ടാവും, ഫ്രഷേഴ്സ് ഉണ്ടാവും, 4-5 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. സോ എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു സെക്ഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ കഴിഞ്ഞ തവണ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസും മാത്രം നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു എക്സാമിനേഷൻ അല്ല, ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ തവണ അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, നിങ്ങൾക്കറിയാം ഞാൻ പറയണ്ട, എക്സൈസ് ഇൻസ്പെക്ടർ, കമ്പനി ബോർഡ്, സബ് ഇൻസ്പെക്ടർ, കാറ്റ്. സോ ഒരുപാട് എക്സാംസ് ആണ് നമുക്ക് അടുത്ത വർഷം വരാൻ പോകുന്നത്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ ഗോൾഡൻ ചാൻസസ്. സോ ആക്ച്വലി ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൗ ടു പ്രിപ്പയർ ഫോർ പ്രിലിംസ് 2026. ആക്ച്വലി ഞാൻ അതൊന്ന് റീ എഡിറ്റ് ചെയ്യാണ്. പ്രിലിംസ് എന്നല്ല, ഓക്കെ, ഹൗ ടു പ്രിപ്പയർ ഫോർ പ്രിലിംസ് പ്ലസ് മെയിൻസ്. ഇതായിരിക്കണം നമ്മുടെ പ്രിലിംസ് പ്ലസ് മെയിൻസ്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു? ഒന്നുമില്ല, ഒരു വെരി വെൽ പ്രിലിംസ് പ്രിപ്പറേഷൻ എന്താണ് എപ്പോഴും നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് വരാനുള്ള ചാൻസ് വളരെ വളരെ കൂട്ടും. എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഒരുപാട് പേര് കഴിഞ്ഞ തവണത്തെ പ്രിലിംസ് എഴുതിയിട്ടുണ്ടാവും. പ്രിലിംസ് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവും. പ്രിലിംസ് പാസ്സായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റില്ല. എന്തോ കാരണങ്ങളാൽ പ്രിലിംസ് പാസ്സായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നോർമലൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ കൊണ്ട് നമ്മൾ തന്നെ വിചാരിച്ചിട്ടില്ല പ്രിലിംസ് പാസ്സാവും എന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പാസ്സായി. അതിനുശേഷമാണ് നമ്മുടെ മെയിൻസിന്റെ സിലബസും തപ്പി ഇറങ്ങുന്നത്. എവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസ്, എവിടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ സിലബസ് തപ്പി ഇറങ്ങി. അതിനുശേഷം നമ്മൾ മെയിൻസിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയല്ല, ആക്ച്വലി പ്രിലിംസിന്റെ കൂടെ തന്നെയായിരിക്കണം നമ്മുടെ മെയിൻസ് പ്രിപ്പറേഷൻ മുന്നോട്ട് പോകേണ്ടത്. പലർക്കും ഇത് ഡൗട്ടാണ്. എങ്ങനെ പറയാൻ പറ്റും? ബിക്കോസ് മെയിൻസിന്റെ സിലബസ് ഒന്നും വന്നിട്ടില്ലല്ലോ. എന്നാലും വൺ തിങ് ഈസ് ദാറ്റ്, ആരാണോ പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവർ, അവർക്ക് മെയിൻസ് ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളൊക്കെ കാത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്, ആൻഡ് കമ്പനി ബോർഡ്സ്, കാറ്റ്, എക്സെട്ര എക്സെട്ര. ഇനി യൂണിഫോം പോസ്റ്റ് മാത്രം നോക്കുന്നവർക്കാണെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഓൾറെഡി നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി സബ് ഇൻസ്പെക്ടർ പോലീസ് ഡിസംബറിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. സോ 2 സ്റ്റാർസ് യൂണിഫോം പോസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, എ വെരി വെൽ പ്രിലിംസ് പ്രിപ്പറേഷൻ എന്താണ് ഈസ് ഈക്വൽ ടു ഹൈ ചാൻസസ് ഫോർ യുവർ നെയിം ഇൻ ദി ഫൈനൽ റാങ്ക് ലിസ്റ്റ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? സോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സിലബസ് വന്നിട്ടില്ല. സബ് ഇൻസ്പെക്ടർ പോലീസിന്റെ സിലബസ് നമ്മുടെ കയ്യിലുണ്ട്, മാറാനുള്ള സാധ്യതയില്ല. ബാക്കിയുള്ള എല്ലാത്തിന്റെയും സിലബസ് നമുക്കിനി മാറുമോ ഇല്ലയോ എന്നുള്ളത് PSC ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അത് നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമല്ല. എക്സൈസ് ഇൻസ്പെക്ടർ ഒക്കെ 2019 ഏറ്റവും അവസാനം ഒരു ജനറൽ ആയിട്ടുള്ള എക്സാം കഴിഞ്ഞത്. അപ്പൊ അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് എക്സാം നടക്കാൻ പോകുന്നത്. സോ ഐ തിങ്ക് സിലബസ് ചെറിയ രീതിയിൽ മാറാം. സോ അത് നമ്മുടെ കേസ് അല്ല, അത് ഡിസംബർ ആകുമ്പോഴേക്ക് PSC എല്ലാത്തിന്റെയും സിലബസ് റിലീസ് ചെയ്യും. സോ വി ക്യാൻ വെയിറ്റ് ഫോർ ദാറ്റ്. കമ്പനി ബോർഡ് ആണെങ്കിലും എന്താണെങ്കിലും. സോ എന്തും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രിലിംസിന്റെ സിലബസിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയില്ല. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇനി എങ്ങനെയാണ്, പേപ്പർ 1ഉം പേപ്പർ 2 ആയിട്ടാണോ PSC കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയില്ല.
സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ 1 പേപ്പർ 2 എന്ന രീതിയിലാണ് കണ്ടക്ട് ചെയ്തത്. അതേപോലെ തന്നെ ഇനിയുള്ള ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ പേപ്പർ 1 പേപ്പർ 2 എന്ന രീതിയിലായിരിക്കുമോ കണ്ടക്ട് ചെയ്യാൻ പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സോ വൺ തിങ് ഈസ് ദാറ്റ് പ്രിലിംസിലുള്ള ഒരുപാട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് മെയിൻസിന് ഉണ്ടാവും. സോ വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദിസ് പ്രിലിംസ് കൺസിഡർ ദാറ്റ്. ഹിസ്റ്ററി മെയിൻസിന് ഉണ്ടാവും. ഇനിയിപ്പോ മെയിൻസ് ഒരു പേപ്പർ മാത്രമാണെങ്കിലും ഹിസ്റ്ററി ഉണ്ടാവും, ജിയോഗ്രഫി ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ടാവും, ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ടാവും, ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്തായാലും ഉണ്ടാവും. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സോ എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോ പേപ്പർ 1 പേപ്പർ 2 ആയിട്ടാണ് PSC കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ പേപ്പർ 1 അല്ല, പേപ്പർ 1 ഞാൻ ഇത്രയും തരം പറഞ്ഞ ടോപ്പിക്കുകൾ എന്തായാലും ഉണ്ടാവും, ഷുവറാണ്, നമുക്കൊരു സംശയമൊന്നും വേണ്ട. പേപ്പർ 2-ലായിരിക്കാം ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ടാവുക. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ മേ ബി ഉണ്ടെങ്കിൽ. എക്സൈസിന്റെ പ്രിലിംസ് SI പ്രിലിംസ് ഇതിനു മുമ്പ് കാണില്ലേ? ഇല്ല. എക്സൈസിന്റെയും SIയുടെയും എല്ലാത്തിന്റെയും ഒരുമിച്ച് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഒരു വർഷം ഒരു പ്രിലിംസ് അങ്ങനെയായിരിക്കും PSC കണ്ടക്ട് ചെയ്യുക. അല്ലാതെ ഒരു വർഷം തന്നെ 2 പ്രിലിംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവാം. ഓക്കെ, ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ ഉണ്ടാവാം. ഒരുപാട് എക്സാംസ് ഒരുമിച്ച് നടത്തുന്നു എന്നുള്ള കംപ്ലൈന്റ് തീർക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നത്. സോ വീണ്ടും ഐ ഡോണ്ട് തിങ്ക് സോ ഒരു വർഷം തന്നെ ഒരുപാട് പ്രിലിംസ് ഒന്നും നടക്കാനുള്ള സാധ്യതയില്ല. ഓക്കെ, സോ പറഞ്ഞു വന്നത് പേപ്പർ 1-ൽ ഇത്രയും സിലബസ് എന്തായാലും ഉണ്ടാവും. സോ വെൻ വി ആർ പ്രിപ്പയറിംഗ് ഫോർ പ്രിലിംസ്, ഇത് മെയിൻസിനും കൂടി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ഇംഗ്ലീഷും മലയാളം മാത്സ് 30 മാർക്ക് മെയിൻസിന് ഉണ്ടാവും, ഷുവറാണ്. പ്രിലിംസിന് 50 മാർക്കിനുണ്ട്, ഇത് നമുക്കറിയാം. സോ മലയാളം ഇംഗ്ലീഷ് മാത്സിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. സോ ദിസ് ഈസ് ദ റീസൺ വൈ ഐ സെഡ് ഒരു വെരി വെൽ പ്രിലിംസ് പ്രിപ്പറേഷൻ എപ്പോഴും എന്താണ്, നമ്മുടെ എയിം എന്താണ്? നമ്മുടെ എയിം എന്ന് പറയുന്നാല് പ്രിലിംസ് ക്ലിയർ ചെയ്യലല്ല അല്ലേ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രിലിംസ് ക്ലിയർ ചെയ്യല്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നമ്മളെ പേര് വരണം, മെയിൻസ് ക്ലിയർ ചെയ്യണം, അത് ടോപ്പ് 50-ൽ തന്നെ നമുക്ക് നമ്മുടെ പേര് വരണം, ജോലി ഉറപ്പിക്കണം. ഓരോ വർഷം കഴിയുന്നതോറും നമുക്കറിയാം PSCയുടെ വാക്കൻസി കുറഞ്ഞു വരികയാണ് അല്ലെ, ലിസ്റ്റുകൾ ചുരുങ്ങി വരികയാണ്. പണ്ട് 2000, 2500 ഉള്ള ലിസ്റ്റുകളൊക്കെ ഇപ്പോ 500, 600 എത്തിക്കഴിഞ്ഞു. സോ എപ്പോഴും മൈൻഡിൽ നമ്മൾ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് ഗോയിങ് ടു ബി മൈ ലാസ്റ്റ് അറ്റംപ്റ്റ്. ഇതെന്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് ബിഗിനേഴ്സ് ആണ് ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ബിഗിനേഴ്സിന്റെ ഉള്ളിൽ എന്താണ്, ദിസ് ഈസ് ഗോയിങ് ടു ബി എന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് അല്ലേ, അതുകൊണ്ട് സമയമുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇത് 5th ആണെങ്കിലും 1st ആണെങ്കിലും 2nd ആണെങ്കിലും 3rd ആണെങ്കിലും 4th ആണെങ്കിലും 5th ആണെങ്കിലും ഇനി എത്രയും വർഷം ആയിക്കോട്ടെ, എന്താണെങ്കിലും ദിസ് അറ്റംപ്റ്റ് ഈസ് യുവർ ലാസ്റ്റ് അറ്റംപ്റ്റ്. സോ ഇറ്റ് ഈസ് ക്ലിയർ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ല രീതിയിലുള്ള പ്രിലിംസ് പ്രിപ്പറേഷൻ എപ്പോഴും നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മുടെ പേര് വരേണ്ട സാധ്യത അപ്രോക്സിമേറ്റ് നോക്കിയാൽ 60% ഇൻക്രീസ് ആവും. ഗോട്ട് ഇറ്റ്. സോ നിങ്ങൾക്ക് പ്രിലിംസിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാണ്. ഓക്കെ, പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു 45 മാർക്ക് വാങ്ങി 40 മാർക്ക് വാങ്ങി ബാക്കി നോർമലൈസേഷൻ, ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ കൊണ്ട് പ്രിലിംസ് തട്ടിമുട്ടി പാസ്സായി അതിനുശേഷം മെയിൻസിന്റെ സിലബസ്, അങ്ങനെയല്ല. വി വിൽ നോട്ട് ഡു ലൈക്ക് ദാറ്റ്. ബാക്കി മെജോറിറ്റി 80% പേരും ചെയ്യുന്ന മിസ്റ്റേക്ക് നമ്മൾ ചെയ്യില്ല. വി വിൽ സ്റ്റാർട്ട് ഏർലി. ഈ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്താണ്, വി ആർ ഓൾസോ പ്രിപ്പയറിംഗ് ഫോർ ദിസ് മെയിൻസ്. റൈറ്റ്. സോ നമുക്കറിയാം ഇതിന്റെ നമ്മുടെ ഈ വർഷത്തെ പ്രിലിംസ് അല്ലെ 2026, ഈ വർഷമല്ല അടുത്ത വർഷത്തെ പ്രിലിംസ് ഏപ്രിൽ മെയ് ിലായിരിക്കും ഉണ്ടാവുക. സോ വൺ തിങ് ഇസ് ദാറ്റ് നമ്മുടെ മൈൻഡിൽ ഏറ്റവും ഹ്യൂമൻസിന്റെ ഏറ്റവും മൈൻഡിൽ നമ്മൾ ഏപ്രിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും യെസ് നമുക്ക് ഒരുപാട് സമയമുണ്ട് എന്നുള്ളത്. നോ, നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, അത് നമ്മുടെ തോന്നല. 2 months ഈ വർഷം കഴിഞ്ഞു, 2 മാസമേ ഉള്ളൂ.
ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 4 months, 4 മാസം കൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ എക്സാം വരും. ഈ പ്രാവശ്യം 3 phase ആയിട്ടായിരിക്കും എക്സാം നടക്കുക മോസ്റ്റ് പ്രോബബിളി. കഴിഞ്ഞ വർഷം KS ഉള്ളത് കൊണ്ടാണ് 2 ഫേസിലേക്ക് പോയത്. ഓക്കെ, സോ അത് PSC തീരുമാനിക്കട്ടെ. ഓക്കെ, മെയിൻസ് എക്സാമിനേഷൻ ഇപ്പം കഴിഞ്ഞ പോലെ സെപ്റ്റംബർ, ഒക്ടോബർ കാലഘട്ടത്തിലായിരിക്കും ഉണ്ടാവുക അടുത്ത വർഷം. സോ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. സോ നമ്മുടെ പ്രിപ്പറേഷൻ എന്താണ്? പ്രിലിംസിന്റെ കൂടെ തന്നെ നമ്മൾ മെയിൻസിന്റെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. റൈറ്റ്. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? ഒരു ബിഗിനർ ആണെങ്കിലും, ബിഗിനേഴ്സിനോടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, ബിഗിനേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുത്തുക. ബിക്കോസ് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ദേ വിൽ വേസ്റ്റ്. ആദ്യത്തെ 1-2 വർഷം അവർ വേസ്റ്റ് ചെയ്യും. അതിനുശേഷം അവർ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അത് മനസ്സിലായി വരുമ്പോഴേക്ക് തന്നെ ഒരുപാട് സമയം ലേറ്റ് ആവും. സോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ. സോ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും സബ്ജക്ട് പ്രയോറിറ്റൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം തന്നെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഈസ് ലെസ്. ഒറ്റൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങൾ കോമൺലി 10th ലെവലും 12th ലെവലും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒരു എക്സാമിന്. പക്ഷെ നമ്മൾ ഡിഗ്രി ലെവൽ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രിലിംസ് നിങ്ങൾ നോക്കിയാലും അല്ലെങ്കിൽ അതിന് മുമ്പത്തെ പ്രിലിംസ് നോക്കിയാലും കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കുറവായിരിക്കും. കറണ്ട് അഫയേഴ്സ് പഠിക്കാതെ പോകണം എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, 5 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് ഫോർ പ്രിലിംസ്. നമുക്ക് മെയിൻസിന്റെ സിലബസ് ഇല്ലല്ലോ. കഴിഞ്ഞ തവണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ കറണ്ട് അഫയേഴ്സ് എന്താണ് പ്രിലിംസിനെ ഈ ഡിഗ്രി ലെവലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രയോറിറ്റൈസേഷൻ കുറവാണ്. ഇതിനു മുമ്പേ ഒരുപാട് സബ്ജക്റ്റുകൾ പഠിച്ചു തീർക്കാനുണ്ട്. അതിനുശേഷമേ നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടുള്ളൂ. കാരണം എന്താ? ലെസ് പ്രോബിലിറ്റി ആണ് ചോദ്യങ്ങൾ ചോദിക്കാൻ. നമുക്ക് ഡിഗ്രി പറയാറുണ്ട്, ഡിഗ്രി ലെവൽ എക്സാംസിന് കറണ്ട് അഫയേഴ്സ് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കഴിഞ്ഞ തവണത്തെ PYQ നോക്കിയാൽ മതി. സോ കറണ്ട് അഫയേഴ്സ് പഠിക്കണം, പഠിക്കേണ്ട എന്നല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്. സബ്ജക്ട് പ്രയോറിറ്റൈസേഷൻ ചെയ്യാൻ അറിയണം. എന്ത്, ഏത്, എപ്പം പഠിക്കണം എന്ന് കറക്റ്റ് ആയിട്ട് ഒരു ബോധം ഉണ്ടാവണം. ആൻഡ് ഷുഡ് ബി ബേസ്ഡ് ഓൺ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ? ഫസ്റ്റ് തിങ്, സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആദ്യമൊക്കെ എന്ത് പഠിക്കണം, ഫസ്റ്റ് ഏത് പഠിക്കും, എന്നിട്ട് ഇങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ ക്രോണോളജി അനുസരിച്ച് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവുമല്ലോ, അതിനിങ്ങനെ കൊടുത്തു വരാം. ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങോട്ടേക്ക് വരാം. സോ പറഞ്ഞു, ഡിവൈഡ് യുവർ ഡേയ്സ്. ഇഫ് യു ആർ വർക്കിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഡിവൈഡ് യുവർ ഡേയ്സ് ഇൻ ടു സ്ലോട്ട്സ്. മിനിമം 3 സ്ലോട്ടുകൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അല്ലാതെ രാവിലെ മുതൽ രാത്രി വരെ GK സബ്ജക്റ്റിൽ പോളിറ്റിയും എക്കണോമിക്സും വെച്ച് മാത്രം ഇരുന്നാൽ പോരാ. അല്ല, നമ്മൾ അടുത്തൊരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്ന എന്താ? രാവിലെ മുതൽ രാത്രി വരെ ഒരു സബ്ജക്റ്റും പിടിച്ചിരിക്കും, പോളിറ്റി പിടിച്ചിരിക്കും, അല്ലെങ്കിൽ എക്കണോമിക്സ് പിടിച്ചിരിക്കും, വേറൊന്നും നമ്മൾ ചെയ്യില്ല. അല്ല, വി വിൽ നോട്ട് ഇൻക്ലൂഡ് എനിത്തിങ്. അതെന്ത് ചെയ്യണം? അങ്ങനെ പാടില്ല. ഈ GK എന്നുള്ളത് നിങ്ങളെ സ്ലോട്ടിലെ, ഈ 3 സ്ലോട്ടിലെ ഒരു സ്ലോട്ട് CA ഇവിടെ തരുമോ അഭിമുൻ? കറണ്ട് അഫയേഴ്സിന്റെ മാഗസീന് നമ്മൾ കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പെയ്ഡ് ബാച്ചിൽ ഉണ്ടായിരുന്നു. സോ ലെറ്റ് മീ എന്താ പറയാ, കറണ്ട് അഫയേഴ്സിന്റെ ഒരു മന്ത്ലി മാഗസീൻ ചാനലിൽ കയറിയിട്ട് ഫയൽസിൽ കയറിയിട്ട് നോക്കിയാൽ മതി. അതേ രീതിയിലുള്ള മാഗസീന് ക്ലാസ് ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ PDF നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ മെയിൻ ചാനൽ, ലാഫോഴ്സയുടെ മെയിൻ ചാനലിൽ അത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ കറണ്ട് അഫയേഴ്സ് നോക്കുന്ന സമയത്ത് 2026 എക്സാം എങ്കിൽ, ഏപ്രിലാണ് എക്സാം എങ്കിൽ എന്ത് ചെയ്യുക? എക്സാമിന്റെ 1 മാസം മുമ്പ് മുതലുള്ള തൊട്ട് 1 വർഷം, ഏപ്രിലാണ് എക്സാം എങ്കിൽ മാർച്ച് 2026 ബാക്കോട്ടേക്ക് വരിക, മാർച്ച് 2025 വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോവാം, മിനിമം പഠിച്ചു പോവാം. കാര്യം ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിനൊക്കെ എക്സാമിന് മുമ്പുള്ള 1-2 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു PSC.
അപ്പൊ ഇതാണ് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഒരു ക്രൊണോളജി എന്ന് പറയുന്നത്. ഇതാണ് മാർച്ച് 2025 മുതൽ മാർച്ച് 2026 വരെ അറ്റ്ലീസ്റ്റ് പഠിക്കുക. ഈ പറഞ്ഞ കാലയളവിൽ തന്നെ PSC ചോദിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത് പഠിക്കുക. മേ ബി 5 വർഷം 4 വർഷമൊക്കെ പഴയ കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിച്ചാൽ ചരിത്രം PSCക്ക് ഉണ്ട്, ചോദിച്ചോട്ടെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ കാലയളവിലുള്ള കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, സോ ഡിവൈഡ് യുവർ ഡേയ്സ് ഇൻ ടു സ്ലോട്ട്സ്. ഓക്കെ, സ്ലോട്ടുകൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം, താഴെ പറഞ്ഞുതരാം. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു സബ്ജക്റ്റും വെച്ച് രാവിലെ മുതൽ രാത്രി വരെ ഇരിക്കാൻ പാടില്ല. പ്രാക്ടീസ് PYQs വെരി ഇമ്പോർട്ടൻറ്റ്, പ്ലസ് മോഡൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യനെക്കാട്ടും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് PYQസിനാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ, ഫോർ എക്സാമ്പിൾ പോളിറ്റി പഠിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പോളിറ്റിയിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് PSC ചോദിച്ച ചോദ്യങ്ങൾ, പ്രിലിംസിലെ ചോദ്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു പോവാം. നിങ്ങളോട് ഇത് അറ്റൻഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ചുമ്മാ ഒന്ന് കണ്ണോടിച്ചു പോവാം. ഓക്കെ, ഈ കണ്ണോടിച്ചു പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എക്സാക്ട്ലി ഒരു ഐഡിയ കിട്ടും. യെസ്, PSC എവിടെ നിന്നാണ് ചോദിക്കുന്നത്, പോളിറ്റി എന്നുള്ള ടോപ്പിക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് എവിടെ നിന്നാണ് PSC ചോദിക്കുന്ന പ്രിലിംസിനുള്ള ചോദ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് പ്രിപ്പറേഷനും കൊടുക്കുക. PSC ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾക്ക് കുറച്ച് കൂടുതൽ ടൈം ഇട്ട് പഠിക്കുക, ചോദിക്കാൻ കുറവുള്ള ടൈം കുറക്കുക. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. റൈറ്റ്. സോ ലോങ് ടേം പ്ലാനിങ് ഉണ്ടാവണം. എന്താണ് ലോങ് ടേം പ്ലാനിങ്? ഞാനിപ്പോ പറഞ്ഞു അല്ലെ, നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ പേര് വരലാണ്, അല്ലാതെ പ്രിലിംസ് 45 മാർക്ക് വാങ്ങിച്ച് പാസ്സാവലല്ല. പ്രിലിംസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ലാന്നല്ല, പക്ഷേ ഫൈനൽ ഉദ്ദേശം അതാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളിപ്പം തന്നെ മെയിൻസിന്റെ സബ്ജക്റ്റുകൾ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചോളാം. എന്ത്? ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, എക്സെട്ര. പറഞ്ഞ മനസ്സിലായോ? പ്രിലിംസിലുള്ള ഇത്രയും ടോപ്പിക്കുകൾ പേപ്പർ 1, മെയിൻസിന്റെ പേപ്പർ 1 ആണെങ്കിലും അല്ലെങ്കിൽ ഒറ്റ ഒരു പേപ്പർ ആയിട്ടാണ് നടത്തുന്നതെങ്കിലും ഇത് നമ്മൾ മെയിൻസിന് കൂടി വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. റൈറ്റ്. ദർ ഈസ് നോ സെപ്പറേറ്റ് പ്രിപ്പറേഷൻ. മനസ്സിലായല്ലോ? റൈറ്റ്. സോ പറഞ്ഞു. ഓക്കെ, സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. സോ യു ഹാവ് ടു ഡിവൈഡ് യുവർ സിലബസ് ഇൻടു 2. ഫസ്റ്റ് ടീം എ, ടീം ബി. ഇത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വർഷം പറഞ്ഞാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇതേ രീതിയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്. യു ക്യാൻ സീ ഹിയർ GK പോർഷൻ. GK പോർഷനും MEM പോർഷനും, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അതിനാണ് നമ്മൾ MEM പോർഷൻ എന്ന് പറയുന്നത്. റൈറ്റ്. സോ ഈ ടീം എ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്ക് 50 മാർക്സ് കിട്ടുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ 50 മാർക്സ് കിട്ടും. സോ 1 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമല്ല പഠിക്കാൻ. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല, അതെ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പഠിക്കുന്ന സമയത്ത് എന്തോ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ സമയം കൊടുക്കാറില്ല. ഞാൻ എന്റെ കൂടുതൽ സമയങ്ങളും ഈ പറഞ്ഞ പോലെ GK ടോപ്പിക്കുകളാണ് പഠിച്ചു പോകുന്നതെന്ന് ചില ഉദ്യോഗാർത്ഥികൾ പറയാറുണ്ട്. കാരണം എന്താ? കാരണമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആവണമെന്ന് തീരുമാനിക്കുന്നത് ഇവർ 3 പേരുമാണ്, അല്ലാതെ ഈ 8 പേരല്ല. ഈ 8 പേരല്ല. ഓക്കെ, ഈ 3 പേരാണ് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആണെന്നും, നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആയാലും നിങ്ങളുടെ മെയിൻസിന്റെ മാർക്സ്, ഓക്കെ, മെയിൻസില് നിങ്ങളുടെ റാങ്ക് ടോപ്പ് 50 വരണം വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഈ 3 പേരാണ്. അപ്പൊ ഈ 3 പേരുടെ ഇമ്പോർട്ടൻസ് ഇപ്പം മനസ്സിലായിക്കോ. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയാണ് നിങ്ങൾ, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഞാൻ അധികം ടൈം കൊടുക്കാറില്ല എന്ന കാറ്റഗറിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് 50ലും ടോപ്പ് 100ലും വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഈ പ്രിലിംസിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് ഭയങ്കര, അതായത് പ്രിലിംസ് എക്സാമിനേഷൻ കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം എന്ത്, പ്രിലിംസ് ഞാൻ ക്വാളിഫൈ ആവും.
ഓക്കെ, അല്ലാതെ കട്ട് ഓഫ് വരുന്നവരെ റിസൾട്ട് വരുന്നവരൊന്നും നമ്മൾ കാത്തിരിക്കില്ല. പ്രിലിംസ് കഴിഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ രീതിയിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്, അല്ലെ? അല്ലെങ്കിൽ എന്താ, പ്രിലിംസ് എക്സാമിനേഷൻ കഴിഞ്ഞു, കുറെ പേര് 40 മാർക്കും 45 മാർക്കിനും ഇടയിലായിരിക്കും ഉണ്ടാവുക, അല്ലെ 35നും 45നും ഇടയിലായിരിക്കും ഉണ്ടാവുക. കുറെ എഡ്യൂക്കേറ്റേഴ്സിന് ഇങ്ങനെ മെസ്സേജ് അയക്കും, എനിക്കിങ്ങനെ 40 മാർക്ക് ഉണ്ട്, ഞാൻ കട്ട് ഓഫ് ക്ലിയർ ആവോ? അല്ലെ, ദിസ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസസ് എനിക്ക് കഴിഞ്ഞ തവണ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കാറ്റഗറിയിലൊന്നും നമ്മൾ പെടില്ല. പ്രിലിംസ് എക്സാമിനേഷൻ കഴിയുന്നു, നമുക്ക് ഉറപ്പാണ് നമ്മൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യും. ഈ രീതിയിലുള്ള കാറ്റഗറിയിലേക്ക് നിങ്ങൾ വരണം. ഇത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? മലയാളം, ഇംഗ്ലീഷ്, മാത്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. അത്ര ഇമ്പോർട്ടൻസ് ആണ് ഇതിന്. ഇത് മൂന്നും ഉറപ്പാണ്. പ്രിലിംസിന് 50 മാർക്സ് ആണ്. അതേപോലെ തന്നെ മെയിൻസിന് പേപ്പർ 1 ഉണ്ടെങ്കിൽ 30-40 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഒരൊറ്റ പേപ്പർ ആയിട്ടാണ് മെയിൻസ് നടത്തുന്നതെങ്കിലും ഒരു 30 മാർക്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 3 പേരെയും MEMനെയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ദീസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 സബ്ജക്റ്റുകളാണ്. അതിന് പുറമെ തന്നെ ഞാൻ പറഞ്ഞു, പോളിറ്റി നിങ്ങളുടെ സബ്ജക്ട് കറക്റ്റ് ആയിട്ട് ക്രോണോളജി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് പോളിറ്റിയാണ്. അടുത്ത വർഷം പോളിറ്റിയിൽ ചോദിക്കാൻ പോകുന്ന 5 ചോദ്യങ്ങളിൽ ഒരു 3-4 ചോദ്യം ഞാനിപ്പോ പ്രഡിക്റ്റ് ചെയ്യട്ടെ. പ്രഡിക്റ്റ് ചെയ്യാം, വി ക്യാൻ പ്രഡിക്റ്റ്. ഒരു ചോദ്യം എമർജൻസി ആണ്, ഒരു ചോദ്യം പഞ്ചായത്തി രാജ് ആണ്, ഒരു ചോദ്യം യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ആണ്, ഒരു ചോദ്യം ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP, പ്രിയാമ്പിൾ. ഇതെങ്ങനെ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റി? PYQ. സംശയമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് നോക്കൂ. ഇങ്ങനെ ഓരോ ടോപ്പിക്കിനും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രിലിംസിന് മാത്രമല്ല, മെയിൻസിനും. ഓക്കെ, ഞാൻ മെയിൻസിന്റെ ഒക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിലിപ്പോ ഒരുപാട് പേര് പെയ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും കഴിഞ്ഞ തവണ. ചില ഏരിയാസ് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ചോദിക്കും PSC. ഓക്കെ, പ്രസിഡന്റിന്റെ ഇന്ത്യയിൽ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള പ്രസിഡന്റ്സ് ഉണ്ടല്ലോ, അപ്പൊ അത് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രോണോളജി ഓർത്ത് വെച്ചോളൂ, PSC ചോദിക്കും. ആർട്ടിക്കിൾസ് നിങ്ങൾ ഓർത്ത് വെക്കണം, ആർട്ടിക്കിൾസ് PSC ചോദിക്കും. സോ എന്താണ്, ഈ ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾ എത്ര പഠിച്ചാലും, മണി ബിൽ 110, 111, 112, 123 തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കൺഫ്യൂഷൻ ആവും. ഇതിൽ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റിക്കും ചെയ്യും. സോ ദിസ് കൈൻഡ് ഓഫ് ഗെയിം PSC ചെയ്യാറുണ്ട്. ഈ PSC എന്തുകൊണ്ടാണ് ആർട്ടിക്കിൾസ് ഒക്കെ ചോദിക്കുന്നത്? തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് അല്ലേ? റൈറ്റ്. പൊളിറ്റിയിൽ ഇത്ര നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി, എക്കണോമിക്സിൽ നമുക്ക് പ്രിലിംസിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ GST ആണ്. അടുത്ത് വരാൻ പോകുന്ന പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് സാറ് പ്രെഡിക്റ്റ് ചെയ്യാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇറ്റ് ഈസ് പോസിബിൾ. ഹൗ? PYQ. ഒന്ന് GST ആണ്, രണ്ടാമത് നീതി ആയോഗ് ചോദിക്കാം, മൂന്നാമത് ഗ്രീൻ റെവല്യൂഷൻ, പ്രിലിംസിന് 5 year പ്ലാനിങ്. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്ട് പഠിക്കാനിരിക്കുമ്പോൾ അതിന്റെ കഴിഞ്ഞിട്ടുള്ള 5 വർഷത്തിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കണം. ദിസ് ഈസ് ദ റീസൺ വൈ ഐ സെഡ്. അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക് കാണുമ്പോ ഇവിടുന്ന് PSC ചോദിക്കും കേട്ടോ. GST ഒക്കെ ചോദിച്ച് PSC എന്നെ മടുത്തിട്ട് എന്ത് ചെയ്യുന്നു, GSTന്റെ ഉള്ളിലേക്ക് PSC ഇറങ്ങി. 5 year പ്ലാനിങ് ആണെങ്കിലും ചോദിച്ച് മടുത്തു, എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി. സോ ഇത് നമ്മൾ ടാക്കിൾ ചെയ്യും, 1 step ahead. റൈറ്റ്. സോ അതിനുശേഷം നിങ്ങൾ സിവിക്സ് പഠിക്കുക. സിവിക്സിന്റെ ഒരുപാട് പോർഷൻസ് പോളിറ്റിയുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഹിസ്റ്ററി 5 മാർക്സ് ആണ്. 3 ബുക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. അല്ല, 4 ചോക്കൂ, 3 ബുക്ക് പഠിക്കണം. വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. 3 ബുക്ക് പഠിച്ചാലും 5 മാർക്ക്. സോ വെരി വാസ്റ്റ് ആണ്, വെരി വൈഡ് ആണ്. എന്നാലും നമ്മൾ പഠിക്കണം, പഠിക്കാതിരിക്കരുത്.
ഓക്കെ. ദെൻ കമ്പ്യൂട്ടർ, ജിയോഗ്രഫിയും അതേപോലെ തന്നെ ജോഗ്രഫി ഈസ് വെരി വെരി വൺ ഓഫ് ദ വെരി ഡിഫിക്കൽട്ട് ടോപ്പിക്. പി എസ് സിക്ക് ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ പ്രിലിംസിൽ ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആക്കിയാൽ മതി, ആർക്കും കിട്ടില്ല. ദെൻ സയൻസ് ആൻഡ് ടെക് കുറച്ചുകൂടി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. ആദിത്യ വണ്ണും അറിയാലോ, ഇപ്പോൾ റീസെന്റ് റിലീസ് ആയിട്ടുള്ള സാറ്റലൈറ്റുകളൊക്കെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കൂടുതൽ ചോദിക്കാറുള്ളത്. ദെൻ ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ പ്ലസ് കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്. സോ ദിസ് ഈസ് തിങ്, ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയല്ലോ. ഈ ഒരു സെക്ഷന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ. ഓക്കെ, അത് ഞാൻ അവസാനം കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ പ്രിലിംസ് ഈസ് എ മെന്റൽ ഗെയിം. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രിലിംസ് ഈസ് എ മെന്റൽ ഗെയിം? അടുത്ത വർഷം നടക്കാൻ പോകുന്ന പ്രിലിംസ് 3 ഘട്ടമായിട്ടായിരിക്കും നടക്കുക. 90% 3 സ്റ്റേജിലായിരിക്കും നടക്കുക, ഇല്ലെങ്കിൽ 2 സ്റ്റേജാണ്, എന്തോ ആയിക്കോട്ടെ. ബട്ട് ഐ തിങ്ക് 3 സ്റ്റേജിലായിരിക്കും നടക്കുക. പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം KS കയറി വന്നുകൊണ്ടാണ് PSC അത് 2 സ്റ്റേജ് ആക്കിയിട്ട് ചുരുക്കിയത്. ഈ നടക്കാൻ പോകുന്ന 3 സ്റ്റേജില് അല്ലെങ്കിൽ 2 സ്റ്റേജില് ഒരു ഫേസ് ഈസി ഫേസ് ആയിരിക്കും, വളരെ എളുപ്പമായിരിക്കും. ആർക്ക് പോയാലും 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അടുത്ത ഫേസ് എന്തായിരിക്കും? ഡിഫിക്കൽട്ട് ഫേസ്, വെരി ഡിഫിക്കൽട്ട് ഫേസ്. ഒരു 35 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ തന്നെ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ദിസ് ഈസ് ദ റീസൺ വൈ ഐ സെഡ് പ്രിലിംസ് ഈസ് എ മെന്റൽ ഗെയിം. നിങ്ങൾ വിചാരിക്കണ്ടാവും അല്ലെ, നമ്മളൊക്കെ PSC പറയാറുണ്ട് എക്സാം കഴിയുമ്പോൾ, എന്തായത് ഒരു ഫേസുകാർക്ക് ഭയങ്കര എളുപ്പം, ഒരു ഫേസുകാർക്ക് ഭയങ്കര ഡിഫിക്കൽട്ട്, ഒരു ഫേസുകാർക്ക് ഒരു 10 ഡിലീഷൻസ്, മറ്റേ ഫേസുകാർക്ക് ഒരു 2 ഡിലീഷൻസ്. ഇതെന്താ ഇങ്ങനെ? ദിസ് ഈസ് എ മെന്റൽ ഗെയിം. ആക്ച്വലി PSC ഈസ് പ്ലേയിങ് എ മെന്റൽ ഗെയിം. ഈ മെന്റൽ ഗെയിമിനെ നമ്മൾ ടാക്കിൾ ചെയ്യണം. എങ്ങനെ ടാക്കിൾ ചെയ്യണം? വി വിൽ റൈറ്റ് ഡിഫിക്കൽട്ട് ഫേസ്. നമ്മുടെ മൈൻഡിൽ എപ്പോഴും നമ്മൾ ഉണ്ടാവണം, നമുക്ക് കിട്ടാൻ പോകുന്ന ഫേസ് ഡിഫിക്കൽട്ട് ഫേസ് ആണ്, ഡിഫിക്കൽട്ട് ഫേസ് ആണ്. ഇതിന്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഡിഫിക്കൽട്ട് ഫേസ്, ഈസി ഫേസ്, അത് നമുക്ക് പിന്നീട് ഒരു സെക്ഷനിൽ പറയാം. ഇത് പ്രിലിംസ് ഒക്കെ അടുക്കാനാകുന്ന സമയത്ത് പറയാം. എന്നിരുന്നാലും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫേസ് ആണ് എനിക്ക് കിട്ടാൻ പോകുന്ന ഫേസ്. ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈസി ഫേസ് കിട്ടിയാലും അത് വലിയ രീതിയിൽ നിങ്ങളെ ബാധിക്കില്ല. ഈസി ഫേസ് കിട്ടുമ്പോഴൊക്കെ അവിടെയും കുറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇത് സിമ്പിൾ അല്ല. ഈസി ഫേസ് കിട്ടുമ്പോൾ നിങ്ങൾ നെഗറ്റീവ്സ് കൂട്ടും, കട്ട് ഓഫിന്റെ താഴെ വരും. ഡിഫിക്കൽട്ട് ഫേസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാം, യെസ് ഇവിടെ ഞാൻ അനാവശ്യമായിട്ട് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഞാനൊരു 40-45 മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ ഐ ആം സേഫ്, ബാക്കി സ്റ്റാൻഡർഡൈസേഷൻ നോർമലൈസേഷൻ വഴി ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഓക്കെ, ഇത് നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് സംസാരിക്കാം. സോ പ്രിലിംസ് ഈസ് എ മെന്റൽ ഗെയിം. ഈ മെന്റൽ ഗെയിമിനെ നമ്മൾ എന്ത് ചെയ്യും? ടാക്കിൾ ചെയ്യും. ഓക്കെ, അടുത്ത വർഷത്തെ പ്രിലിംസ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളൊന്നും മേ ബി നിങ്ങളുടെ എഡ്യൂക്കേറ്റേഴ്സും കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നുണ്ടാവില്ല. ഓക്കെ, ബട്ട് സീ ഇറ്റ് ആസ് എ മെന്റൽ ഗെയിം. നമ്മൾ തിരിച്ചും PSC നമ്മളോട് ചെയ്യുന്ന ഈ മെന്റൽ ഗെയിം മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് PSCയോട് ചെയ്യും. ഗോട്ട് ഇറ്റ്? ഇതൊരു ടോപ്പിക് തന്നെ ഉണ്ട് കേട്ടോ. ഈസി ഫേസും ഡിഫിക്കൽട്ട് ഫേസും എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം, അത് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് വേറൊരു രീതിയിൽ വേറൊരു സെക്ഷനിൽ പറയാം. സോ ഞാൻ പറഞ്ഞു, ഡിവൈഡ് യുവർ ഡേ ഇൻടു 3 സ്ലോട്ട്സ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, യു ഹാവ് ടു ഡിവൈഡ് യുവർ ഡേ ഇൻടു 3 സ്ലോട്ട്സ്. ഫസ്റ്റ് വൺ GK സ്ലോട്ട്. ഇതിലാണ് GK വരിക. മുകളിൽ 1 മുതൽ 8 വരെ ഞാൻ പറഞ്ഞല്ലോ. പോളിറ്റി, എക്കണോമിക്സ്, സിവിക്സ്. ഓക്കെ, യു നോ ഇറ്റ്. സെക്കൻഡ് സ്ലോട്ട് ആണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. തേർഡ് വൺ PYQ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിലവിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പറ്റുമെങ്കിൽ ഫസ്റ്റ് സ്ലോട്ട് ആക്കി എടുക്കുക. രാവിലെ അല്ലെങ്കിൽ രാവിലത്തെ നിങ്ങളുടെ ഫസ്റ്റ് ഒരു സ്ലോട്ട് ഉണ്ടാവല്ലോ, ഫസ്റ്റ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് കൊടുക്കുക. എങ്ങനെ? യു ക്യാൻ യൂസ് നമ്മുടെ ടെലിഗ്രാമിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള 2 ചാനൽസ് ഉണ്ട്. ഫസ്റ്റ് വെൽ ഇംഗ്ലീഷും ഫസ്റ്റ് വെൽ മലയാളം. നിങ്ങൾ അവിടെ ഫയൽസ് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ബുക്ക് വാങ്ങിക്കാം. ഇംഗ്ലീഷിനും മലയാളത്തിനും ഒക്കെ ഒരുപാട് ബുക്സ് ഉണ്ട്. ബെറ്റർ അവോയ്ഡ് യൂട്യൂബ്. യൂട്യൂബ് എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്, ഓക്കെ, നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് മാത്രമാണ് പഠിക്കാനുള്ളതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിനും മലയാളത്തിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂട്യൂബ് നോക്കാം. പക്ഷെ യൂട്യൂബിൽ കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല.
ഈ കണ്ടിന്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ അത് ബാധിക്കും. ഈ ബുക്ക് ആവുമ്പോൾ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷും ഫസ്റ്റ് ബെൽ മലയാളം, ഇവിടെ കണ്ടിന്യൂഷൻ വരും. ഇപ്പൊ കണ്ടിന്യൂഷൻ ഇല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ നോക്കുക, എല്ലാ ക്ലാസ്സസും ഉണ്ടോ നോക്കുക, പ്ലേലിസ്റ്റ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ വെട്ടോ. മാത്സ് എന്ത് ചെയ്യുക, ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ചെയ്ത് തന്നെ പഠിക്കണം. മിക്സഡ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് മിക്സഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. സോ ഫസ്റ്റ് സ്ലോട്ട് കൊടുക്കുക. എന്ത് ചെയ്യുക, തുടക്കത്തിൽ തന്നെ PYQ എടുത്ത് നോക്കുക. ഇംഗ്ലീഷിന്റെ ഒരു 10 PYQ നോക്കുക, ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ PYQ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു ടോപ്പിക് വെച്ച് പഠിക്കുക. ഒരുപാട് സമയമുണ്ട് നമുക്ക്. 1 മണിക്കൂർ വെച്ച് നിങ്ങൾ ഇപ്പൊ പഠിച്ചാൽ മതി. ഇന്ന് ഇംഗ്ലീഷ് പഠിക്കുക, മൺഡേ ഇംഗ്ലീഷ് പഠിക്കുക, ട്യൂസ്ഡേ മലയാളം പഠിക്കുക, വെനസ്ഡേ മാത്സ് പഠിക്കുക, തേഴ്സ്ഡേ ഇംഗ്ലീഷ് പഠിക്കുക, ഫ്രൈഡേ റിവിഷൻ ചെയ്യുക ഈ ആഴ്ചയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. സോ നമുക്കിപ്പോ ഒരുപാട് സമയമുണ്ട്. സെക്കൻഡ് സ്ലോട്ട് എന്ത് ചെയ്യുക, GK പോർഷനിലേക്ക് കൊടുക്കുക. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പോളിറ്റി വെച്ചിട്ടാണ്. വെരി ഇമ്പോർട്ടന്റ്. 5 മാർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. പോളിറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ 1 മണിക്കൂർ പഠിച്ചാൽ മതി. ഇപ്പോ ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ ഗോ ഫോർ PYQs പ്ലസ് മോഡൽ ക്വസ്റ്റ്യൻ. പഠിച്ചതിന് ശേഷം ഈ PYQ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. പഠിക്കുന്നതിന് മുമ്പ് PYQs ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക, കണ്ണോടിച്ച് നോക്കുക. പഠിച്ചതിന് ശേഷം വന്നിട്ട് PYQ അറ്റൻഡ് ചെയ്യുക, മോഡൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ശരിയാണെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് റൈറ്റ് ട്രാക്കിലാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് വിത്ത് PYQ. ഒരു ടോപ്പിക്ക് പഠിക്കുക, അറ്റൻഡ് PYQ. ശരിയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ട്രാറ്റജി കറക്റ്റ് ആണ്. തെറ്റാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന എവിടെയോ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇതിന്റെ അർത്ഥം. സോ യു ഹാവ് ടു ഗോ ബാക്ക്. ഒന്നും കൂടി ആ ടോപ്പിക് പഠിച്ച് വീണ്ടും ഇങ്ങോട്ട് വന്ന് അറ്റംപ്റ്റ് ചെയ്യുക. റൈറ്റ്. സോ ഇന്നത്തെ ക്രക്സ് എന്ന് പറഞ്ഞാൽ, കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, പ്രിലിംസിന്റെ കൂടെ തന്നെ നമ്മൾ മെയിൻസിന്റെ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് വൺ. അല്ലാതെ പ്രിലിംസിന് വേറെ പ്രിപ്പറേഷൻ, മെയിൻസിന് വേറെ പ്രിപ്പറേഷൻ അങ്ങനെയൊന്നുമില്ല. പ്രിലിംസിന്റെ ടോപ്പിക്കുകളിലുള്ള മെയിൻസിന്റെ ടോപ്പിക്കുകൾ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടന്റ്. സെക്കൻഡ് വൺ ഈസ് സബ്ജക്ട് ഇമ്പോർട്ടൻസ്, അല്ലെ? സബ്ജക്റ്റിന്റെ പ്രയോറിറ്റൈസേഷൻ. ഇംഗ്ലീഷും മലയാളം മാത്സും ടീം എയും ടീം ബിയും. തേർഡ് വൺ, ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിങ്. ഈ മാസം, ഈ 15 ദിവസം കൊണ്ട് ഞാൻ പോളിറ്റി കംപ്ലീറ്റ് ചെയ്യും, ഈ 20 ദിവസം കൊണ്ട് ഞാൻ പോളിറ്റി കംപ്ലീറ്റ് ചെയ്യും, ഈ 10 ദിവസം കൊണ്ട് ഞാൻ ഇംഗ്ലീഷിന്റെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, കുറച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. മലയാളത്തിന്റെ പദശുദ്ധി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള പ്ലാനിങ് ഉണ്ടാവണം. ഡിസംബർ ആവുമ്പോഴേക്ക് എന്താണ്, മെയിൻസിന്റെ സിലബസും കൂടി നമ്മുടെ മുമ്പിലെത്തും. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് പറഞ്ഞ പോലെ ആണെങ്കിൽ വി വിൽ മേക്ക് ലിറ്റിൽ മോർ ചേഞ്ചസ്. അതായത് പ്രിലിംസിന്റെ മെയിൻസിന്റെ സിലബസ് വന്നാല് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെക്ഷൻ വെക്കാം. ഓക്കെ, എങ്ങനെയാണ് അത് നമുക്ക് ടാക്കിൾ ചെയ്യാൻ എന്നുള്ളത്. ആൻഡ് ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, ഡിവൈഡ് യുവർ ഡേയ്സ്. പ്രിലിംസ് ഒരു മെന്റൽ ഗെയിം ആണ്. റൈറ്റ്. സോ നിങ്ങൾ പഠിക്കേണ്ട ബുക്കുകൾ കൂടി ഞാൻ അവസാനമായിട്ട് പറയാം, ഏതൊക്കെ ബുക്സ് ആണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതൊരു ഡിഗ്രി ലെവൽ എക്സാംസ് ആണ്. ഒരു പക്ഷേ റാങ്ക് ഫയൽ വെച്ച് നിങ്ങൾക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയാലും റാങ്ക് ഫയലുകൾ വെച്ച് നിങ്ങൾക്ക് മെയിൻസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. സോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പ്രിലിംസിന് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു യൂസ് സ്റ്റാൻഡേർഡ് സോഴ്സ്. സിവിൽ സർവീസസിന് യൂസ് ചെയ്യുന്ന ബുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അതിന്റെ എല്ലാം ഒന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല, നമ്മുടെ ടൈം ഒരിക്കലും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. സോ പോളിറ്റിക്ക്, ഭരണഘടനക്ക് ഓൾവേസ് ലക്ഷ്മികാന്ത്. വേറെ ഓപ്ഷൻ ഇല്ല. ലക്ഷ്മികാന്തോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നോട്ട്സോ അതിന്റെ കാര്യങ്ങളും. ഈ പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക, അത് മെയിൻസിന് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. സിവിക്സിന്റെ ഒരുപാട് പോർഷൻസ് ലക്ഷ്മികാന്തിലുണ്ട്. പ്രസിഡന്റ്, പാർലമെന്റ്. ഇൻഫാക്ട് സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും സിമിലർ ആണ്, ഏകദേശം സിമിലർ ആണ്. ഓക്കെ, പ്രിലിംസിന് വരുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, ഈ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഒക്കെ, അതൊക്കെ ഈ പാർലമെന്റ് എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരുപാട് പേര് നമുക്ക് തന്നെ സംശയമാണ്, നമ്മുടെ ഭരണഘടനയില് പ്രിലിംസിന് പാർലമെന്റ് ഒന്നും ഇല്ലല്ലോ, അത് എവിടെ നിന്നാണ് വരുന്നത്? സിവിക്സ്.
മനസ്സിലായോ? ജിയോഗ്രഫിക്ക് യു ക്യാൻ യൂസ് NCERT 11th and 12th. ഇതൊക്കെ സെലക്റ്റീവായിട്ട് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. എക്കണോമിക്സിന് യു ക്യാൻ യൂസ് NCERT. റാങ്ക് ഫയൽ യൂസ് ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല. റാങ്ക് ഫയൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇത് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു റിവിഷൻ സോഴ്സ് അല്ലെങ്കിൽ റിവിഷൻ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. റിവിഷൻ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം. ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററിക്ക് നിങ്ങൾക്ക് NCERT അർജുൻ ദേവ് യൂസ് ചെയ്യാം. കാരണം ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ടഫായിട്ടാണ് ഇപ്പം ചോദിക്കുന്നത് PSC. മോഡേൺ ഹിസ്റ്ററിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് നിങ്ങൾക്ക് സ്പെക്ട്രം വെക്കാം. അതും സെലക്റ്റീവായിട്ട് മാത്രം മതിയേ. ഞാൻ ഈ പറയുന്ന ബുക്സിന്റെ ഒക്കെ സെലക്റ്റീവായിട്ട് മാത്രം മതി. കേരള ഹിസ്റ്ററി ശ്രീധരമേനോൻ പഠിക്കണം എന്ന് ഞാൻ പറയില്ല. ഓക്കെ, അത് നിങ്ങളെ സെലക്റ്റീവായിട്ട് മാത്രം പഠിച്ചാൽ മതി. ആക്ച്വലി ശ്രീധരമേനോൻ വലിയൊരു ബുക്കാണ്. അതിൽ നിന്നൊന്നുമല്ല PSC ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അറിയാം 10 മാർക്സ് ആണ് അല്ലെ? യെസ്. കേരള ഹിസ്റ്ററിയുടെ കാര്യം പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. സോ വൺസ് ശ്രീധരമേനോന്റെ ബുക്ക് നിങ്ങൾക്ക് റീഡ് ചെയ്യണമെങ്കിൽ റീഡ് ചെയ്യാം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൽ നിന്നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, സോഴ്സ് നമുക്ക് കേരള ഹിസ്റ്ററിയുടെ സോഴ്സ് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. ദെൻ കമ്പ്യൂട്ടർ, ബേസ് ഓഫ് കമ്പ്യൂട്ടറിന്റെ PDF ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ NCERT വെച്ചിട്ട് ഓൾറെഡി ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ചാനലിൽ. ഓക്കെ, NCERT വെച്ചിട്ട് അത് സിലബസിന്റെ അതേപോലെ തന്നെ NCERTയുടെ ബേസ് ഓഫ് കമ്പ്യൂട്ടറിന്റെ അതേപോലെ തന്നെ ഉണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ, കറണ്ട് അഫയേഴ്സ് എന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. കറണ്ട് അഫയേഴ്സിന്റെ മാഗസീന് പറഞ്ഞല്ലോ, ഐ വിൽ അപ്ലോഡ്. ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ് എന്ത് ചെയ്യുക, യൂസ് റാങ്ക് ഫയൽ. കേരള ഹിസ്റ്ററി സോഴ്സ്, കേരള ഹിസ്റ്ററി അതാണ് ഞാൻ പറഞ്ഞത്. കേരള ഹിസ്റ്ററിയുടെ ചോദ്യങ്ങൾക്ക് സോഴ്സ് ഇന്ന ബുക്കാണെന്ന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ നമുക്ക് സ്പെക്ട്രത്തിൽ നിന്നാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും ചോദ്യങ്ങൾ വളരെ ഡെപ്ത് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അൺലെസ് NCERT വെച്ച് കുറെയൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. പക്ഷെ കേരള ഹിസ്റ്ററിയുടെ ചോദ്യങ്ങൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദ സോഴ്സ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രീധരമേനോന്റെ ബുക്ക് റീഡ് ചെയ്യാം, ഓർ യു ക്യാൻ യൂസ് റാങ്ക് ഫയൽ, ഓർ നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബുക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് യൂസ് PYQs പ്ലസ് ലേൺ ദാറ്റ് ടോപ്പിക്. PSC ബുള്ളറ്റിൻ അഖിൽ, PSC ബുള്ളറ്റിൻ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് PSC തന്നെ റിലീസ് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഓക്കെ ആണ്, യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. റൈറ്റ്, ഇതെല്ലാം ഞാൻ പറഞ്ഞ ഇവിടുത്തെ സോഴ്സസ് ഒക്കെ എല്ലാം സെലക്റ്റീവായിട്ട് മാത്രം പഠിച്ചാൽ മതി. NCERT ഒക്കെ സെലക്റ്റീവായിട്ട് മാത്രം പഠിച്ചാൽ മതി. ഇവിടെയാണ് എന്ത്, നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങളെ സഹായിക്കുക കേട്ടോ. അവരുടെ നോട്ടുകൾ എന്താണ്, അവർ ഓൾറെഡി ഇതൊക്കെ റിസർച്ച് ചെയ്ത് സിലബസ് നോക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ കാര്യമാണെങ്കിലും ബാക്കിയുള്ള കാര്യമാണെങ്കിലും സോ നമ്മുടെ എഫേർട്ട് ഇവിടെ കുറക്കാൻ പറ്റും. നമ്മുടെ എഫേർട്ട് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ കുറക്കാൻ പറ്റും. ഒറ്റക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദ സോഴ്സസ് ആൻഡ് തിങ്സ്. ഓക്കെ, എന്ന് വെച്ച് ഇത് ഒറ്റക്ക് പഠിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ലോകത്തുള്ള എല്ലാ എക്സാംസും നിങ്ങൾക്ക് ഒറ്റക്ക് പഠിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ഈവൻ ദോ സിവിൽ സർവീസസ് എക്സാം ഓൾസോ കേട്ടോ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്താണ്, ഒരു വർഷം എടുക്കുന്ന എഫേർട്സ് മേ ബി അതൊരു 6 മാസമാക്കിയിട്ടൊക്കെ കുറക്കാൻ സാധിക്കും. ഓക്കെ, റൈറ്റ്. സോ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. കൂടുതൽ നീണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ റെക്കോർഡിങ്സ് കാണാൻ മടിക്കും. ഓക്കെ, സോ ഐ തിങ്ക് നിങ്ങൾക്ക് എക്സാക്ട്ലി ഒരു ചെറിയൊരു ഐഡിയ എങ്കിലും, അറ്റ്ലീസ്റ്റ് ചെറിയൊരു ഐഡിയ എങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കാണും. സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ചോദിക്കാം. 2 minutes ഞാൻ റിപ്ലൈ തരാം. ഇതൊരു ഗ്രാജുവൽ പ്രോസസ് ആണ്. ഓക്കെ,
നമ്മൾ ഒറ്റയടിക്കൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്കെല്ലാം നമുക്ക് ഇപ്പൊ എടുത്ത് തലയിൽ വെക്കാനൊന്നും ആരും വിചാരിക്കണ്ട. ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഇവഞ്ച്വലി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ഇപ്പം നമ്മളൊരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ പഠിച്ച് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പഠിച്ചാൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അവസാന നിമിഷം കൊണ്ടുപോയി വെക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. സോ യു ക്യാൻ ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ്. ഇനിയിപ്പോ ഇത് നിങ്ങൾക്ക് ഇനി ചോദ്യങ്ങളൊന്നുമില്ല, യു ക്യാൻ ലീവ്. ഓക്കെ, ഈ സെക്ഷൻ ലീവ് ചെയ്യാം. വേണമെങ്കിൽ നമ്മുടെ ലാഫോയ്സയുടെ പ്രിലിംസ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുകൂടി പറയണമല്ലോ. റൈറ്റ്, തലേന്ന് പഠിക്കാനുള്ള ടോപ്പിക് തരുമോ? നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത പോലെ മെന്റർഷിപ്പ് ചെയ്യാനായിരിക്കും അല്ലെ അഭിമോൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് വെച്ച് നിങ്ങൾക്ക് ടോപ്പിക് തരും, എന്നിട്ട് ഒരു PYQ സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ആലോചിക്കാം. ആക്ച്വലി ഇറ്റ് ടേക്സ് ഒരുപാട് ടൈം എടുക്കും, അതാണ് പ്രശ്നം. നമുക്കത് ആലോചിക്കാം. നമ്മുടെ ചാനലിൽ വേണ്ട, അഖിൽ പെയ്ഡ് എടുത്തവര് എക്സ്ട്രാ റെഫർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ നോട്ട്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ SCRT NCRTയും സ്റ്റാൻഡേർഡ് സോഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ദർ ഇസ് നോ നീഡ് ടു റെഫർ എക്സ്ട്രാ സോഴ്സ്. നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചതും കണ്ടന്റും എല്ലാം ഈ നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് ഇയർ ഏപ്രിൽ മെയ് ഇലക്ഷൻ അല്ലേ, സോ പ്രിലിംസ് ഫെബ്രുവരി മാർച്ച് ആക്കാൻ സാധ്യത കാണില്ലേ? യെസ് ബില്ലി, കറക്റ്റ് പോയിന്റ് ആണ് കേട്ടോ. ഒരുപക്ഷെ നേരത്തെ ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ചുകൂടി മുമ്പോട്ടേക്ക് പിന്നോട്ടേക്ക് മുമ്പോട്ടേക്കും ആവാം. ഏപ്രിൽ മെയ്യിലെ ഇലക്ഷൻ ഉണ്ടാവും. സോ മിക്കവാറും മുമ്പോട്ടേക്ക് വരാം, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, സോ MCQ ബാച്ചിന്റെ ഡീറ്റെയിൽസ്. ബാച്ചിന്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ സ്പീഡ് പറയാം, നിങ്ങളൊന്ന് കേട്ടോ, പലർക്കും സംശയമാണ്. MCQ ബാച്ച് എന്നുള്ളത് എന്താണ്? ഞങ്ങള് നിങ്ങൾക്ക് PDF തരും. ഓക്കെ, പഠിക്കേണ്ട മെറ്റീരിയൽസ് തരും. ഈ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദിവസം 10 ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, ഇത് ടെലിഗ്രാമിൽ പോൾസ് ആയിട്ടായിരിക്കും ചോദിക്കുക. ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷനും ഉണ്ടാവും. ടെലിഗ്രാമിൽ പോൾസ് ആയിട്ടായിരിക്കും ചോദിക്കുക, PDF ഫോർമാറ്റിലായിരിക്കില്ല ചോദ്യങ്ങൾ ഉണ്ടാവുക, എക്സ്പ്ലനേഷനും ഉണ്ടാവും. മനസ്സിലാവും? തരുന്ന മെറ്റീരിയൽ PDF ഫോർമാറ്റ് ആയിരിക്കും, പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾ PDF ഫോർമാറ്റ് ആയിരിക്കില്ല. ഇതാണ് MCQ ബാച്ച്. ഇനി നമ്മുടെ റെഗുലർ ബാച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒക്ടോബർ 13-ാം തീയതി മുതൽ നമ്മുടെ റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഈ വരുന്ന മൺഡേ. റെഗുലർ ബാച്ചിൽ നമ്മൾ എന്ത് ചെയ്യും? വീക്ക്ലി ടൈം ടേബിൾ ഉണ്ടാവും, ഡെയിലി ടൈം ടേബിൾ ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യും. ടെലിഗ്രാമിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് ഉണ്ടാവുക. ടെലിഗ്രാമിൽ ലൈവ് ക്ലാസ് ആണ്. ലൈവ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യും. ബിക്കോസ് 80% ഓഫ് ഉദ്യോഗാർത്ഥികൾ റെക്കോർഡിങ്സ് കാണുന്നവരാണ്. സോ റെക്കോർഡിങ്സ് എന്തായാലും ഉണ്ടാവും. നമ്മൾ ഫോൾഡർ വൈസ് ഒക്കെ തിരിച്ച് പൊളിറ്റിയുടെ റെക്കോർഡിങ്സ്, എക്കണമിയുടെ സിവിക്സിന്റെ റെക്കോർഡിങ്സ്, മാത്സിന്റെ റെക്കോർഡിങ്സ് എന്നൊക്കെ ഫോൾഡർ വൈസ് തിരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് റെക്കോർഡിങ്സ് തരിക. നമ്മുടെ ക്ലാസ് 1 മണിക്കൂറായിരിക്കും ഉണ്ടാവുക, അല്ലാതെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലെ 3-4 മണിക്കൂറൊന്നും ഉണ്ടാവില്ല. 1 മണിക്കൂർ 1.5 മണിക്കൂർ മാത്രമേ നമ്മുടെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, വൺ തിങ് ഈസ് ദാറ്റ് നിങ്ങൾ എത്ര കോച്ചിങ് ജോയിൻ ചെയ്താലും നിങ്ങൾ നിങ്ങളതായിട്ട് സെൽഫ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ ദിസ് ബാച്ച്. അതായത് ഒരു റെഗുലർ ബാച്ച് ആണ്. നിങ്ങൾക്ക് മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. മന്ത്ലി റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും, അതേപോലെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്യും. മെന്റർഷിപ്പ് സെക്ഷനുകൾ ഉണ്ടാവും. നമ്മൾ ഡെയിലി ട്രാക്കർ യൂസ് ചെയ്യും. നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ട്രാക്കർ യൂസ് ചെയ്യും. മെന്റർഷിപ്പ് സെക്ഷനുകൾ ഉണ്ടാവും. കറന്റ് ഫീ എന്നുള്ളത് 999 ആണ്. ഫീ വരുന്നത് 999. ഓക്കെ, പ്രിലിംസിന്റെ ബാച്ച് ആണ്. ഇതിൽ മെയിൻസ് നമ്മൾ സിലബസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ഓൺ ചെയ്യും. ഓക്കെ, അതായത് നമ്മുടെ പ്രിലിംസ് ബാച്ച് എടുത്തവർക്ക് ഒരു 500, 600 എന്നുള്ള രീതിയിൽ മെയിൻസിന്, അതിപ്പോ നമുക്കറിയില്ല, പേപ്പർ 1 പേപ്പർ 2 ഒക്കെ എടുക്കണമെങ്കിൽ 2 പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ 600, 700 ആവും. ഇനി ഒറ്റ പേപ്പറേ ഉള്ളുവെങ്കിൽ 500 ഒക്കെ ആയിരിക്കും നമ്മുടെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ പ്രിലിംസ് എടുത്തവർക്ക് ഉണ്ടാവുക. മെയിൻസ് മാത്രം എടുക്കുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഫീ ഉണ്ടാവുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റെഗുലർ ബാച്ച്. ഓക്കെ, ഇനി അടുത്ത സംശയങ്ങൾ. മാക്സിമം 1 month ഡിലേ വരും, ബട്ട് മെയിൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കും. യെസ്, അതെ, 1 മാസത്തെ ഡിലേ വരുള്ളൂ. 1 മാസത്തെ ഡിലേയും വരില്ല.
ആഴ്ചകൾ, ഒരു 2 ആഴ്ച 3 ആഴ്ചത്തെ ഡിലേ വരുള്ളൂ. MCQ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ആക്ച്വലി. ഓക്കെ, ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഐ തിങ്ക് നമുക്ക് നമ്മുടെ സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. സോ ദിസ് ടൈം ഇത് നമ്മുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കണം. സോ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഇത് സഹായിക്കും ഡെഫിനറ്റ്ലി. സോ ഓൾ ദ ബെസ്റ്റ്. ഒരുപാട് സമയമൊന്നും നമ്മുടെ മുമ്പിലില്ല. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും യൂണിഫോം പോസ്റ്റ് ആണെങ്കിലും കമ്പനി ബോർഡ് ആണെങ്കിലും ടോപ്പ് 50 എത്തണം, അതാണ് നമ്മുടെ ലക്ഷ്യം. സോ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. ഓക്കെ, നിങ്ങൾ അറിയിക്കും ലൈവ് എപ്പോഴായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അറിയിക്കും. സോ നമുക്ക് ഈ മെന്റർഷിപ്പ് സെക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെയിലി ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ നമുക്ക് മുമ്പോട്ട് പോവാം. നിങ്ങളുടെ ഒരു റിപ്ലൈക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്.